കുഴിച്ചിടാൻ സ്ഥലമില്ലാത്ത ഗതികേട് പലർക്കും ഇന്ന് കേരളത്തിലുണ്ട്. അതിനെതിരെയുള്ള സമരമാണ് ഈ സമരം. ജനങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രദേശങ്ങളിൽ ഇത് പരിശോധിക്കണം. ത്രിതല പഞ്ചായത്ത്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തും സർക്കാരുമൊക്കെ നിസ്സംഗത പാലിക്കുകയാണ്. ഏതെങ്കിലും അതിസമ്പന്നരായ ആളുകൾക്ക് ഈ വിഷയം ബാധകമല്ല. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഹൃദയഭേദകമായ ഒരു വേദനയാണ് ഇത്. സാധാരണക്കാരൻ്റെ വിഷയമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. കേരളത്തിലെ നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം അവിടെ അടക്കിയപ്പോഴേ അവിടെ പോയിരുന്നു. നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. സാർ ഇത് മോശം. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടാണ് പറഞ്ഞത്. ഇത് രാഷ്ട്രീയപരമായിട്ടാണ് പറഞ്ഞത്. രാഷ്ട്രീയം എന്തോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പോയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മരണപ്പെട്ട നിങ്ങളാണ് പോയിരുന്നത്. അയാൾ അടക്കാൻ സ്ഥലമില്ലാതെ നിങ്ങളാണ് പോയിരുന്നത്. പോലീസ് രക്ഷയും കൊണ്ട് നടക്കുമോ? പോലീസ് രക്ഷയും കൊണ്ട് നടക്കുമോ സാറേ? ശരിയല്ല. ഞങ്ങൾ ഉയർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് സാധാരണക്കാരുടെ വിഷയമാണ്. മരിച്ചാൽ അടക്കണം. മരിക്കുന്നവരെ അടക്കണ്ടേ? നിങ്ങൾ പ്രതിഷേധിച്ചു. ചവിട്ടി എന്ത് ചെയ്യാൻ പോകും? ചവിട്ടി പോലീസ് അങ്ങോട്ട് വേണ്ടിട്ടേ വെട്ടിയെടുക്കാൻ പറ. സാറ് പറഞ്ഞു പെട്ടി കസ്റ്റഡി എടുത്തോ. പെട്ടി കസ്റ്റഡി എടുത്തോ. ഈ അധികാരി വർഗങ്ങൾ അവർ കണ്ണു തുറന്നാൽ മതിയാകും. ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മരണപ്പെട്ട ഒരു സഹോദരനെ മറവ് ചെയ്യുന്നതിന് വേണ്ടി പോയപ്പോൾ സ്വന്തമായി സ്ഥലമില്ല, ശ്മശാനമില്ല, ബന്ധുക്കൾക്ക് സ്ഥലമില്ല, ബന്ധുക്കൾ ആരും സഹായിച്ചില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുൻ പഞ്ചായത്ത് മെമ്പറാണ് അതിന് സ്ഥലം വിട്ടു നൽകിയത്.